Dear students, today we are going to learn about Biot-Savart law and its application. We know that moving charges create a magnetic field. There is a magnetic field around a current carrying conductor. Biot-Savart law helps us to find the magnitude of this magnetic field. Let I be the current that passes through the conductor. Divide the conductor into small length segments such that we get the current at a small length dl. It is called current element IDL. We are going to find the magnetic field at a point P due to this current element IDL. Let the point P be at a distance r from the current element IDL. The magnetic field due to IDL is dB, which is proportional to IDL sine theta divided by r square. We introduce a proportionality constant mu0 divided by 4 pi and replace the proportionality with an equal sign in the equation. Thus we get the Biot-Savart's law as dB is equal to mu0 divided by 4 pi IDL sin theta divided by r square, where mu0 is the permeability of free space. ഇലക്ട്രിക് ഫീൽഡ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എപ്സിലോൺ 0 എന്ന പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് പഠിച്ചിട്ടുണ്ട്. അതിന് സിമിലറാണ് മാഗ്നറ്റിക് ഫീൽഡിൽ mu0. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പേസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ എത്രമാത്രം കടത്തിവിടും എന്നതിൻ്റെ മെഷറാണ് പെർമിയബിലിറ്റി. mu0 by 4 പൈയുടെ വാല്യൂ 10⁻⁻7 ടെസ്ല മീറ്റർ പെർ ആംപിയർ. ബയോട്ട്-സവാർട്ട്സിലെ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കാൻ മറക്കരുത്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ IDL ആൻഡ് R. നമ്മൾ പഠിച്ച ബയോട്ട്-സവാർട്ട്സ് ലോയുടെ വെക്റ്റർ ഫോം വെക്റ്റർ dB ഇസ് ഈക്വൽ ടു mu0 I divided by 4 pi into dl cross r divided by r cube. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിൻ്റെയും പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസിൻ്റെയും പ്രൊഡക്റ്റ് 1 ഡിവൈഡഡ് ബൈ സി സ്ക്വയറിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹിയർ സി ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. എപ്സിലോൺ 0 ഇൻറ്റു mu0 എന്ന ഇക്വേഷനിൽ 4 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ നമുക്കറിയാവുന്ന രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും. ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ വി ലേൺ ദാറ്റ് 1/4 pi epsilon 0 is 9 × 10⁹. Therefore, 4 pi epsilon 0 will be 1 divided by 9 × 10⁹. Also substitute the value for mu0 by 4 pi. We get the answer as 1 divided by c square. We found the equation for magnetic field created by a current carrying conductor at a distance r from it. Now to find the direction of this magnetic field, we use a right hand thumb rule. കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ കറൻറ്റിൻ്റെ ഡയറക്ഷനിലാണ് റൈറ്റ് ഹാൻഡിലെ തമ്പെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ഇൻ ദി ഡയറക്ഷൻ ദ ഫിംഗേഴ്സ് കേൾ അറൗണ്ട് ദ കണ്ടക്ടർ. എ കമ്പാരിസൺ ബിറ്റ്വീൻ കുലുംസ് ലോ ആൻഡ് ബയോട്ട്-സവാർട്ട്സ് ലോ. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ചാർജ് എന്ന സ്കേലർ സോഴ്സാണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ക്രിയേറ്റഡ് ബൈ എ വെക്റ്റർ സോഴ്സ് IDL. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പൊസിഷൻ വെക്റ്റർ ആറിന് പാരലായി ഡിറക്റ്റഡ് ടുവേർഡ്സ് ദ സോഴ്സ് ഓർ ഡിറക്റ്റഡ് അവേ ഫ്രം ദ സോഴ്സ് ആണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൽ IDL ക്രോസ് R എന്ന ടേമിൽ നിന്നും IDL R എന്നിവയുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ് ഫീൽഡ് എന്ന് മനസ്സിലാക്കാം. ഓൾസോ Coulomb's law does not involve the angle theta, whereas the Biot-Savart's law depends on the angle between R and IDL. Now let us learn an important application of Biot-Savart's law. Magnetic field along the axis of a circular current loop. നമ്മളുടെ കറൻറ്റ് ക്യാരിയിങ് ലൂപ്പിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ R ആണെന്നിരിക്കട്ടെ. സെൻറ്ററിൽ നിന്നും x ഡിസ്റ്റൻസിലുള്ള P എന്ന പോയിന്റിൽ കറൻറ്റ് ലൂപ്പ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. IDL എന്ന കറൻറ്റ് എലമെൻറ്റ് പിയിലുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് dB ഡയഗ്രത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. dBയുടെ ഡയറക്ഷൻ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ്. അതിൻ്റെ പെർപെൻഡിക്കുലർ ആൻഡ് എക്സ് ഡയറക്ഷൻ കമ്പോണൻസ് dB പെർപെൻഡിക്കുലർ dBx എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. IDLനെ സർക്കിളിൻ്റെ മുഴുവൻ സർക്കംഫറൻസിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറൻറ്റ് ലൂപ്പ് കിട്ടും.
നമ്മുടെ ബയോട്ട്-സവാർട്ട്സ് ലോ ഇക്വേഷനിൽ dB is equal to mu0 divided by 4 pi ideal sin theta by r square. പക്ഷെ theta is 90 degree here. Therefore sin 90 is equal to 1 and dB becomes mu0 by 4 pi into ideal by r square. ഈ ചിത്രങ്ങളിൽ സർക്കുലർ ലൂപ്പ് രണ്ട് ഡിഫറെൻ്റ് ഓറിയൻറ്റേഷനിൽ വെച്ചിരിക്കുന്നു. ഓരോ കറൻറ്റ് എലമെൻറ്റ് ഐഡിയലിനും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഒരു ഐഡിയൽ പോയിൻ്റ് കൂടി ഉണ്ട്. ഈ രണ്ട് ഐഡിയലിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് dB ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. Clearly you can see from figure 2 that the dB perpendicular components cancel each other and dBx components get added up. അതുകൊണ്ട് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് dBx കമ്പോണൻസിൻ്റെ മാത്രം സം ആയിരിക്കും. നമുക്ക് dBxൻ്റെ ഇക്വേഷൻ എഴുതാം. dBx is equal to dB cos theta, which is again equal to mu0 divided by 4 pi into ideal by r square into r divided by r, because cos theta is r divided by small letter r from the diagram. That is dBx is equal to mu0 divided by 4 pi into ideal r divided by small r cube. Total magnetic field B is obtained by summing up dBx over the whole loop. B is equal to integral dBx. dBxൻ്റെ ഇക്വേഷൻ കൊടുക്കുക. Taking constants out, B is equal to mu0 divided by 4 pi into IR divided by small r cube into integral dl. Integral of dl around the whole loop gives the circumference of the circle 2 pi r. ഇവിടെ r എന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ക്യാപിറ്റൽ ലെറ്റർ r ആണെന്ന് ശ്രദ്ധിക്കുക. Therefore, B is equal to mu0 divided by 4 pi I into r divided by small r cube into circumference 2 pi r. After cancellation, we get B as equal to mu0 divided by 2 into I capital R square divided by small r cube. But we know that from the geometry, small letter r is equal to square root of x square plus r square. Substituting that, we get the final equation for magnetic field B as mu0 divided by 2 into I r square divided by x square plus r square raised to 3 by 2. This is the total magnetic field due to the circular current carrying loop. ഇതാണ് കംപ്ലീറ്റ് ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ വിത്ത് ദ ഡയഗ്രാം നോട്ട്ബുക്കിലേക്ക് ആഡ് ചെയ്യുക. ആസ് എ നോട്ട്, ദർ ആർ 2 കണ്ടീഷൻസ്. പോയിന്റ് നമ്പർ 1, if we consider the distance to the point P as much greater than the radius of the loop R, then we can take x square plus r square as almost equal to x square itself. Then B becomes mu0 divided by 2 into I r square divided by x square raised to 3 by 2, which is B equal to mu0 divided by 2 into I r square by x cube. Point number 2 is more important. At the center of the loop, the distance x becomes equal to 0. Therefore, r square raised to 3 by 2 becomes r cube. Now the magnetic field at the center of the loop is mu0 I divided by 2r.